Welcome back to my institution. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്, വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കണം, കാണണം. Question number 1. Y is equal to 3e raised to minus 3x plus 6e raised to 6x is a solution of the differential equation. ഇവിടെ പല ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 3 ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 18y, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 3 ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 18y, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 6 ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 18y. ഇങ്ങനെ 5 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്കതിൽ ഇപ്പോൾ എല്ലാം ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മളതിലെല്ലാം കണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് 0 ആണെന്ന് ഓരോ ഈ 5 ഓപ്ഷൻസ് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഒരു ഈസി വേ ഞാൻ പറയുകയാണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? -3. ഇവിടെ +6. k ഈസ് ഈക്വൽ ടു -3. ഇതിൻ്റെ ഈസി വേ ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കുന്നതാണ് കേട്ടോ. k + 3 ഇൻറ്റു k - 6 എന്ത് വരും? k സ്ക്വയർ, ഞാൻ വെറുതെ ഒരു k ലെറ്റർ കൊടുത്തു എന്നേ ഉള്ളൂ. k സ്ക്വയർ -3k -18 കിട്ടും അല്ലേ. നമുക്കിതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ -3 ഡി വൈ ബൈ ഡി എക്സ് -18y ഈസ് ഈക്വൽ ടു 0. ഇത് ഒരു സിമ്പിൾ ടെക്നിക്കാണ്. വെറുതെ ഒരു k എന്നൊരു ലെറ്റർ കൊടുത്തു. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടും എടുത്ത് എഴുതുക. -3 ലെഫ്റ്റ് വരുമ്പോൾ k + 3 ഇൻറ്റു k - 6 ഇതും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് k ഉള്ളിടത്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി? k സ്ക്വയറിന് പകരം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ -3 ഡി വൈ ബൈ ഡി എക്സ് -18y ഈസ് ഈക്വൽ ടു 0. ഇതാണ് എൻ്റെ ആൻസർ. Question number 2. Find the order and degree. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ MCQ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ എത്താൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി. 1 + dy by dx the whole square the whole raised to 3/2 is equal to dqy by dxq. ഇവിടെ 3/2 ആണല്ലേ. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. dqy by dxq the whole square. So highest derivative is third derivative, power is 2, therefore order is order 3, degree 2.
Find the integrating factor. Log x into 1 minus x dy by dx is equal to standard formula എഴുതാം. log x is equal to x log x into dy by dx plus y. This goes to right side. dy by dx plus py is equal to q. Coefficient of dy by dx എന്തായിരിക്കണം? 1. Dividing each term by x log x. Log x by x log x 1. So coefficient of y is 1 by x log x. IF is equal to e raised to integral p dx 1 by x log x. One by x by log x dx. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ അല്ലേ. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എഫ് ഡിനോമിനേറ്റർ ലോഗ് എഫ് എക്സ് ലോഗ് എക്സ് ഇ റൈസ് ടു 1 by x divided by log x. ഫോർമുല ഇൻ്റഗ്രൽ എഫ് integral f dash x by f of x dx log f of x. ഇവിടെ log എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 by x. ഇൻ്റഗ്രൽ എന്ത് വരും? ഇ റൈസ് ടു ഇ അതേപോലെ എഴുതുക ലോഗ് ഡിനോമിനേറ്റർ. സോ ആൻസർ ഈസ് log x. ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് എന്താ? സൈൻ എക്സ്. ആ ലോഗ് കഴിഞ്ഞിട്ട് എന്താണോ അതാണ് ഐ. Question number 4. The differential equation represents ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇവിടെ ഓപ്ഷൻസ് വായിക്കാം. ഫാമിലി ഓഫ് പരാബോളാസ്, സർക്കിൾസ് വിത്ത് സെൻറ്റർ ഓൺ വൈ ആക്സിസ്, സർക്കിൾസ് വിത്ത് സെൻറ്റർ ഓൺ എക്സ് ആക്സിസ്, പിന്നെ എലിപ്സ് അങ്ങനെ തന്നിട്ടുണ്ട് ഓപ്ഷൻസ്. വേരിയബിൾ സെപ്പറബിൾ ഫോം നമുക്ക് എക്സ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. വൈ ഡി വൈ c minus x dx. Integrating y square by 2 c minus x the whole square by 2 into minus x minus. ഇവിടെ ഒരു സി ഉള്ള കൺഫ്യൂഷൻ C1 എന്നാണ്. y square by 2 plus c minus a minus b the whole square b minus a the whole square same അല്ലേ. x minus c the whole square by 2 is equal to c1. x minus c the whole square plus y square
സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. വൈ എന്നുള്ളത് നമുക്ക് വൈ മൈനസ് 0 എന്ന് എഴുതാം അല്ലേ. സെൻറ്റർ എച്ച് കെ ആണ്. ഇവിടെ കെ എന്താ? 0. വൈ കോർഡിനേറ്റ് 0 ആകുമ്പോഴത് ഏത് ആക്സിസിലാണ് സെൻറ്റർ വരുന്നത്? എക്സ് ആക്സിസ്. Therefore answer is family of circles with the center on x axis. That's the answer. The solution dy by dx ax plus g by by plus f represents a circle when the 4 options ഞാൻ വായിക്കാം. a is equal to b, a is equal to minus b, a is equal to 2b, a is equal to minus 2b. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കാം. by square by 2 fy c. Multiply each term by 2. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ ഇതെപ്പോഴും ഒരു സർക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് വൈ സ്ക്വയർ. സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് വൈ സ്ക്വയർ. So b is equal to minus a അല്ലെങ്കിൽ a is equal to minus b. ഇവിടെ ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. The solution of dy by dx x square plus y square plus 1 by 2xy. Y of 1 is equal to 0 represents. Then options വായിക്കാം. A hyperbola, B parabola, C ellipse, D circle. Cross multiplication. ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് ഗ്രൂപ്പ് ചെയ്തു. 2xy dy മൈനസ് വൈ സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. 2xy dy എന്നുള്ളതിനെ നമുക്ക് എക്സ് ഇൻറ്റു ഡി ഓഫ് വൈ സ്ക്വയർ എന്ന്. ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ എന്താ? 2y dy മൈനസ് വൈ സ്ക്വയർ ഡി എക്സ്. Dividing both sides by x square.
x d of y square minus y square dx whole divided by x square 1 plus 1 by x square dx. ലെഫ്റ്റ് സൈഡ് എങ്ങനെ വരും? ഡെറിവേറ്റീവ് ഓഫ് y square by x. ഓക്കെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y square മൈനസ് y square ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x 1 dx ഹോൾ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. Integrating we get integral derivative means y square by x plus x raised to minus 2 integrating x raised to minus 1 by minus 1 y square by x minus 1 by x plus c. To find c, condition y of 1 is equal to 0. To find c, put x is equal to 1, y is equal to 0. 1 minus 1, 0. c is equal to 0. y square by x, taking LCM, x square minus 1 by x. x cancel. x square minus y square is equal to 1. Hyperbola. Find the solution of d square y by dx square e raised to minus 2x. ഇവിടെ 2 times ഉണ്ട് അല്ലേ? 2 times means second derivative. Integrating with respect to x on both sides, we get dy by dx equals e raised to dy by dx equals e raised to minus 2x by minus 2 plus c. Again integrating minus 1 by 2 into so y is equal to e raised to minus 2x by minus 2. 1 by 4 e raised to 2x plus cx plus another constant. Question number 8. Find the differential equation of all non-vertical lines in a plane. Non-vertical, vertical lines നമുക്കറിയാം x is a constant അല്ലേ? Line parallel to y axis. X coordinate same. X is equal to 2, line parallel to y axis. This is vertical line. So, equation of the line is ax plus by is equal to c where b not equal to 0.
differentiating we get a plus b dy by dx is equal to 0. Again differentiating b into d square y by b is not equal to 0, so answer is d square y by dx square 0. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കോണിക് സെക്ഷനാണ്. കോണിക് സെക്ഷനിൽ സർക്കിൾ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. എലിപ്സ്, ഹൈപ്പർബോള, പരാബോള കമ്പൈൻഡ് ആയിട്ടൊരു വീഡിയോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.